നമസ്കാരം. KL14ൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ ഗൂഗിൾ തരുന്ന ജെമിനി എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ ഒരു AI ഏജൻറ്റ് തയ്യാറാക്കാം. പക്ഷേ ആ AI ഏജൻറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ വെറുതെ ഒരു നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുക മാത്രമല്ല, നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡേറ്റാ സോഴ്സ്, ഉദാഹരണത്തിന് ഒരു ഇൻവെൻട്രി ഷീറ്റ് അല്ലെങ്കിൽ SOP അങ്ങനെ എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഉപയോഗിച്ച് ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെൻ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉത്തരം പറയാം. ഇപ്പോൾ നമ്മൾ എല്ലാവരും എന്താണ് ജെമിനി എന്ന് ആദ്യം നോക്കാം. എല്ലാവരും ChatGPT എന്താണെന്ന് അറിയാലോ. ChatGPT OpenAI തരുന്ന ഒരു ടൂളാണ്. അതേ ടൂളിൻ്റെ ഗൂഗിൾ തരുന്ന വെർഷനാണ് ജെമിനി എന്ന് പറയുന്നത്. ChatGPTയും ജെമിനിയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ജെമിനിക്ക് ഒരല്പം കൂടുതൽ പവർ കൂടുതലാണ്. കാരണം എന്താണെന്നറിയോ? ChatGPT ഒരൊറ്റ ടൂളാണ്. അവർക്ക് ChatGPT എന്ന് പറയുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ. എന്നാലോ ജെമിനിക്ക് ഗൂഗിളിൻ്റെ ഇക്കോസിസ്റ്റത്തിൽ പെട്ടൊരു ടൂൾ ആയതുകൊണ്ട് തന്നെ ഗൂഗിളിൻ്റെ ബാക്കിയുള്ള എല്ലാ ടൂളുമായിട്ട് അതിനെ ലിങ്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഗൂഗിൾ ഷീറ്റ്സ് ആണെങ്കിലും ഗൂഗിൾ സ്ലൈഡ്സ് ആണെങ്കിലും ഡ്രൈവ്, ഇമെയിൽ, ജിമെയിൽ എന്ത് വേണമെങ്കിലും നമുക്കിത് ഈ ജെമിനി എന്ന് പറയുന്ന സാധനത്തിന് ലിങ്ക് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ സൂപ്പർ പവർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന എക്സാമ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ എല്ലാവരുടെയും കമ്പനിയിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഇൻവെൻട്രി ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ സ്റ്റോക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംഭവം. ഓക്കെ, ഈ ഷീറ്റ് ആണെങ്കിൽ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരിക്കും. കാരണം ഒരു സെയിൽസ് നടന്നാൽ ഈ ഷീറ്റിൽ നിന്ന് സാധനം കുറയും, സെയിൽസ് വന്നാൽ ഇത് കൂടും. ഇതേപോലെ ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന പല ഡോക്യുമെൻറ്റുകളും നമ്മുടെ കമ്പനിയിലുണ്ട്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇനിയിപ്പോൾ നമ്മൾ ChatGPTയിൽ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ എപ്പോൾ സ്റ്റോക്ക് ചോദിച്ചാലും ChatGPTക്ക് നമുക്ക് പറയാൻ പറ്റണം. ChatGPTയെ കൊണ്ട് അത് പറ്റില്ല. കാരണം എന്താണെന്നറിയോ? ChatGPTക്ക് ഞാൻ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ട് ടൂളിൽ ലിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. പിന്നെ നിങ്ങൾ ഗൂഗിൾ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ChatGPTക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ ChatGPT നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയും. അല്ലാണ്ട് ലൈവായിട്ട് അത് ചെയ്യാൻ പറ്റില്ല. ആ സ്ഥാനത്താണ് ഗൂഗിൾ നമ്മളെ എന്താ പറയുന്നത് വിൻ ചെയ്യണത്. പിന്നെ ChatGPT ആയാലും ഗൂഗിൾ ആയാലും ക്ലോഡ് ആയാലും എല്ലാ ടൂളിനും നമുക്ക് പ്രൊജക്ട്സ് എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്യാൻ പറ്റും. പ്രൊജക്ട്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടാസ്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു GPT ആണ് സംഭവം. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ കമ്പനിയിൽ HR-ന് വേണ്ടിയിട്ട് നമ്മളൊരു GPT ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ HR-ന് വേണ്ടിയിട്ട് HR എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ ഏജൻറ്റിന് നമ്മൾ HR-മായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും കൊടുക്കുന്നു. അപ്പോൾ HR-മായി ബന്ധപ്പെട്ട എന്ത് ചോദ്യം ചോദിച്ചാലും നമ്മൾ GPT ജനറൽ ആൻസർ അല്ലാണ്ട് ആ HR-മായി ബന്ധപ്പെട്ട ആൻസർ മാത്രം തരാൻ പറ്റും. അതേപോലെ അക്കൗണ്ട്സിന് ചെയ്യാം, അതേപോലെ ലീഗൽ വർക്കിന് ചെയ്യാം, അതേപോലെ പോളിസിക്ക് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതിനെയാണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അത് ChatGPTയിലും ക്ലോഡിലും ഈ സാധനത്തിൻ്റെ പ്രോജക്റ്റ് എന്ന് പറയും. ഇവിടെ ജെമിനിയിലാണെങ്കിൽ ഈ സാധനത്തിൻ്റെ ജെംസ് എന്നാ പറയുക. അപ്പോൾ നിങ്ങളൊരു ജെമിനി തുറന്നിട്ട്, ഇത് ഫ്രീ ആണ്, ടൂൾ ഫ്രീ ആണ്. നിങ്ങൾ ജെമിനിയിൽ പോയിട്ട് ഈ ജെംസ് എന്ന് പറയുന്ന സെക്ഷനിൽ പോയാൽ നിങ്ങൾക്കൊരു പുതിയ ജെം ഉണ്ടാക്കാൻ പറ്റും. ഞാനിങ്ങനെ എൻ്റെ പേഴ്സണൽ ബിസിനസ്സിന് ഒരുപാട് ജെമ്മുകൾ ഉണ്ടാക്കാറുണ്ട്. എൻ്റെ എന്താ പറയുക, ക്ലയൻറ്റിന് റെസ്പോൺസ് അയക്കുന്നത് ഒരു ജെമ്മാണ്, എൻ്റെ അക്കൗണ്ട്സ് ചെയ്യുന്നത് ഒരു ജെമ്മാണ്, എൻ്റെ മാർക്കറ്റിംഗ് ചെയ്യുന്നത്, ലിങ്ക്ഡിൻ ചെയ്യുന്നതൊക്കെ ഓരോരോ പ്രോജക്റ്റുകൾ, അതായത് ഓരോരോ ജെംസാണ്. ഇതുണ്ടാക്കാൻ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പോയി ന്യൂ ജെം എന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ടൊരു പേര് കൊടുക്കുക, എന്നിട്ട് ജെമ്മിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം എന്താണ് ഈ ജെമ്മ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ 3 തരത്തിലാണ് കൊടുക്കുക. ആദ്യം നിങ്ങൾ എന്താണ് ആ ജെമ്മിൻ്റെ പെർസോണ, അല്ലെങ്കിൽ എന്താണ് ആളുടെ പണി എന്നുള്ളത് കൊടുക്കണം. രണ്ടാമത് എന്താണ് ആളുടെ ടാസ്ക് എന്ന് കൊടുക്കണം. മൂന്നാമത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊടുക്കണം. പിന്നെ താഴെ വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താ ഡോക്യുമെൻറ്റ്സ് എന്ന് വെച്ചാൽ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഓൾറെഡി ഒരു സാധനം ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ഇൻവെൻട്രി ഷീറ്റ് അല്ലേ, ഇതിപ്പോൾ ഒരു കേരള സ്പൈസ് എന്ന് പറഞ്ഞിട്ടൊരു കടയുടെ ഇൻവെൻട്രി ഷീറ്റാണിത്. പല ലൊക്കേഷനിലായിട്ട് കൊടുത്തിരിക്കുന്ന ഇൻവെൻട്രി. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട്, അതായത് ഒരു സെയിൽസ്മാൻ്റെ ജെമ്മാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ഞാനിത് എഡിറ്റ് ചെയ്താൽ പറഞ്ഞില്ലേ, ഇൻവെൻട്രി ട്രാക്കർ എന്നാണ് സാധനത്തിൻ്റെ പേര്. താഴെ പോയിട്ട് ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്, പെർസോണ, സെയിൽസ് പേഴ്സൺ ഫ്രം കേരള സ്പൈസ് മാർട്ട് എന്ന് വെച്ചാൽ കേരള സ്പൈസ് മാർട്ടിലെ ഒരു സെയിൽസ് പേഴ്സൺ ആണ് നിങ്ങൾ. എന്താണ് നിങ്ങളുടെ ടാസ്ക്? അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇൻവെൻട്രി ഷീറ്റ് നോക്കിയിട്ട് സ്റ്റോക്കിൻ്റെയും പ്രൈസിൻ്റെയും ഉത്തരം കൊടുക്കുക. ആരെങ്കിലും സ്റ്റോക്ക് ചോദിച്ചാൽ പറയുക, പ്രൈസ് ചോദിച്ചാൽ പറയുക. സാധാരണ ഇതിനൊരു സ്റ്റാഫിനെ വെക്കണം. ആ സ്റ്റാഫിൻ്റെ പൈസ ലാഭമാണ് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ. ഓൾറൈറ്റ്, അപ്പോൾ അറ്റാച്ച്ഡ് ഫയൽ, ഇൻവെൻട്രി എന്ന് പറയുന്ന ഫയലിൽ ഷീറ്റ് 1 എന്ന് പറയുന്ന സംഭവമാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഷീറ്റിൻ്റെ പേര് ഇൻവെൻട്രി എന്നാണ്. അതിൽ ഷീറ്റ് 1-ലാണ് ഈ ഡേറ്റ ഇരിക്കുന്നത്. നിങ്ങൾ ഡേറ്റ ഇരിക്കുന്ന ഷീറ്റ് എക്സാക്റ്റ് ആയിട്ട് കൊടുക്കണം. പിന്നെ മൾട്ടി ലിംഗ്വൽ ഫ്ലോ. അപ്പോൾ ഞാൻ പറയുകയാണ്, ആൾക്കാർ ചിലപ്പോൾ മലയാളത്തിൽ ചോദിക്കും, മംഗ്ലീഷ് ചോദിക്കും, ഇംഗ്ലീഷ് ചോദിക്കും. എങ്ങനെ ചോദിച്ചാലും അതിനനുസൃതമായിട്ട് മറുപടി കൊടുക്കണം എന്നാണ് ഞാൻ പറയണത്.
പിന്നെ റൂൾസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് ട്രൈ ടു മാച്ച് ആൻ ഐറ്റം വിത്ത് യൂസർ റിക്വസ്റ്റ് ആൻഡ് ആൻസർ ഓൺലി അബൌട്ട് സ്റ്റോക്ക് ആൻഡ് പ്രൈസ്. യൂസർ ഒരു കാര്യം ചോദിച്ചാൽ അതിനെ മാച്ച് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരം മാത്രം കൊടുക്കുക. ഡു നോട്ട് ആൻസർ ദ കോസ്റ്റ്. അത് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ആണ്. ഇപ്പോൾ ഈ ഷീറ്റിൽ ഞാൻ കോസ്റ്റും കൂടി കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഓരോ സാധനത്തിൻ്റെ കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കോസ്റ്റ് നമുക്ക് എൻ്റെ യൂസർക്ക് പറയാൻ പാടില്ല. ആരെങ്കിലും ജെമിനിയോട് ഈ സാധനത്തിൻ്റെ വില കോസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് പറയരുത്, കാരണം അത് കോൺഫിഡൻഷ്യലാണ്. സ്റ്റോക്കും പ്രൈസും മാത്രമേ പറയാൻ പാടുള്ളൂ. ഓക്കെ. പിന്നെ പറയുന്നത് ഇഫ് എൻ ഐറ്റം ഇസ് നോട്ട് ഇൻ ദ ഫയൽ ടെൽ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഫൗണ്ട്. ഡു നോട്ട് ഹാലുസിനേറ്റ് പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ ഒരു സാധനം നമ്മുടെ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ അതില്ല എന്ന് പറയണം, വെറുതെ ഉണ്ടാക്കി പറയരുത്. പിന്നെ ആരെങ്കിലും കോസ്റ്റോ പ്രോഫിറ്റിനോ കുറിച്ച് ചോദിച്ചാൽ ഐ ആം നോട്ട് ഓതറൈസ് എന്ന് പറയണം. ചില ആൾക്കാർ ഇങ്ങനെ മെല്ലെ ഈ സാധനത്തിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ കോസ്റ്റ് ഇല്ല, എനിക്ക് പറയാൻ പറ്റുന്നത് സ്റ്റോക്കും പ്രൈസും മാത്രമാണെന്ന് റിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള ഗാർഡ് റെയിൽസ് നമ്മൾ എ ഐന് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആൾക്കാർ എന്തെങ്കിലും ചോദിക്കും, എ ഐ ഉത്തരം പറയും, അപ്പോൾ നമ്മുടെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷനൊക്കെ പുറത്താവും. പിന്നെ നോ ഡേറ്റ ഡംസ്. നമുക്ക് എ ഐനോട് നിൻ്റെ കയ്യിലുള്ള മൊത്തം എക്സൽ ഷീറ്റ് ഇങ്ങോട്ട് തരാൻ പറയാം, അങ്ങനെ പറഞ്ഞാൽ അത് കൊടുക്കരുതെന്നാണ് ഇത്. അവസാനം ഡു നോട്ട് എൻഗേജ് ഇൻ എനി അതർ കോൺവെർസേഷൻ അതർ ദാൻ സ്റ്റോക്ക് എൻക്വയറി. എന്ന് വെച്ചാൽ സ്റ്റോക്ക് എൻക്വയറിനെ കുറിച്ചല്ലാണ്ട് വേറെ എന്ത് ചോദിച്ചാലും ഉത്തരം പറയരുത്. ഓൾറൈറ്റ്. ഇത്രയും ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്ത ശേഷം ഞാൻ ആകെ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ഇൻവെൻട്രി ഷീറ്റ് ലിങ്ക് ചെയ്യാണ്. അപ്പോൾ ആ ലിങ്ക് ചെയ്തിട്ട് ഞാൻ സേവ് ചെയ്തു. ഓൾറൈറ്റ്. നമുക്ക് ഈ സാധനം ടെസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇൻവെൻട്രി ട്രാക്കറിൽ പോവാണ്. എന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ നമ്മൾ ഈ ഇൻവെൻട്രി ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എന്താ നോക്കുക, ഇതാ ബ്രഹ്മി ഓയിൽ 100 ml ഓയിൽ നമ്മുടെ കയ്യിൽ 60 ക്വാണ്ടിറ്റി സ്റ്റോക്ക് ഉണ്ട്. 150 രൂപയാണ് വില, 172 രൂപയാണ് സെല്ലിംഗ് പ്രൈസ്. ഇത് തൃശ്ശൂരിൽ സ്റ്റോക്കിലുണ്ട്. ഓക്കെ. നമ്മൾ ഇനി ജെമിനിയോട് ചോദിക്കാം ബ്രഹ്മി ഓയിൽ ഉണ്ടോ. ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജെമിനിക്കും 2-3 മോഡലുകളുണ്ട്. ഫാസ്റ്റ് മോഡൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉത്തരം ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. പക്ഷെ അങ്ങനെ പെട്ടെന്ന് ഉത്തരം തരുമ്പോൾ ജെമിനി ചിന്തിക്കില്ല. ജെമിനിക്ക് തോന്നുന്ന സാധനം പറയും. എന്ന് വെച്ചാൽ നമ്മുടെ ഷീറ്റിൽ പോയിട്ട് നോക്കിയിട്ടുള്ള ഉത്തരം ആയിരിക്കില്ല തരുന്നത്, എന്തെങ്കിലും ഉത്തരമായിരിക്കും തരുന്നത്. ഞാൻ കാണിച്ചു തരാം. ബ്രഹ്മി ഓയിൽ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇതിൻ്റെ റെസ്പോൺസ് കിട്ടും, പക്ഷെ അത് ആക്യുറേറ്റ് ആയിരിക്കില്ല. കണ്ടില്ലേ? നമസ്കാരം, ബ്രഹ്മി ഓയിൽ സ്റ്റോക്കിലുണ്ടോ എന്ന് നോക്കട്ടെ. ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 2 സ്റ്റോക്കാണ് കാണിക്കണേ. ഒന്നിന് 210 രൂപയും ഒന്നിന് 450 രൂപയും. എന്നാലോ നമ്മുടെ കയ്യിൽ ആകെ ഒറ്റ ബ്രഹ്മി ഓയിലേ ഉള്ളൂ, അതിൻ്റെ വിലയാണെങ്കിൽ 172 രൂപയാണ്. അതുകൊണ്ടാണ് ജെമിനിയിൽ നിങ്ങൾ ഫാസ്റ്റ് മോഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൊടുത്ത ഡേറ്റയിൽ നിന്ന് ഉത്തരം കിട്ടില്ല. അതിന് തോന്നുന്ന പോലെ എത്രയും പെട്ടെന്ന് ഉത്തരം പറയാനായിരിക്കും അത് നോക്കുക. അതുകൊണ്ട് ഇതേപോലെ നിങ്ങൾ ഡേറ്റ സോഴ്സ് ഉപയോഗിക്കുന്ന സംഭവങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ തിങ്കിങ് മോഡ് അല്ലെങ്കിൽ പ്രോ മോഡ് ഉപയോഗിക്കണം. അപ്പോഴാണ് അത് പോയിട്ട് ചിന്തിച്ചിട്ട് നമുക്ക് ആൻസർ പറയാം. അപ്പോൾ ബ്രഹ്മി ഓയിലിൻ്റെ ഷോക്ക് കഴിഞ്ഞല്ലോ. നമ്മളിനി ഇതേ സംഭവം മറ്റൊരു മോഡിൽ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ വീണ്ടും ഇൻവെൻട്രി ട്രാക്കറിൽ പോവുകയാണ്. ചാറ്റ്. എന്നിട്ട് ഇൻവെൻട്രി ട്രാക്കറിൽ പോയിട്ട് ഞാൻ ചോദിക്കുകയാണ് നമ്മളതിൽ എന്താ ഐറ്റംസ് ഉള്ളത്. നീം പൗഡർ ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. ഞാനിങ്ങനെ കോപ്പി അടിച്ചിട്ട് ഡു യു ഹാവ് നീം പൗഡർ ഇൻ സ്റ്റോക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഫാസ്റ്റ് മോഡിന് പകരം ഞാൻ ഇപ്രാവശ്യം പ്രോ മോഡിലാണ് ചോദിക്കാൻ പോകുന്നത് കേട്ടോ. ഡു യു ഹാവ് നീം പൗഡർ ഇൻ സ്റ്റോക്ക്, ഹൗ മച്ച്. ഞാൻ പ്രോ മോഡിലാണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള ആൻസർ ഇത് പറയണം. നീം പൗഡർ ഉണ്ട്. 85 പാക്കറ്റാണ് സ്റ്റോക്ക്, 138 രൂപ വില. കറക്റ്റാണോ? 85 സ്റ്റോക്ക്, 138 രൂപ വില. പറഞ്ഞില്ലേ? കറക്റ്റ് ആൻസർ അത് പറയും. ഇനി നമ്മൾ ചോദിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച പോലെ അത് ഉത്തരം പറയരുത്. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാണ്, ഇത് നമ്മൾ പറഞ്ഞില്ലേ കോസ്റ്റ് ചോദിക്കുക, പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ വാട്ട് ഈസ് ദി കോസ്റ്റ് ഓഫ് ദിസ് ഐറ്റം എന്ന് ചോദിച്ചാൽ ഉത്തരം പറയരുത്. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് നീം പൗഡർ എന്ന് ചോദിക്കാം. അപ്പോൾ ഉത്തരം പറയരുത്, കാരണം നമ്മൾ ഗാർഡ് റെയിൽസ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഉത്തരം പറയരുതെന്ന് പറഞ്ഞിട്ട്. ഇത് ഇച്ചിരി സ്ലോ ആയിരിക്കും, കാരണം നമ്മൾ ഫാസ്റ്റ് മോഡിൽ പെട്ടെന്ന് ഉത്തരം തരുമല്ലോ. ഇതാകുമ്പോൾ അത് ആ ഷീറ്റിൽ പോയി നോക്കിയിട്ട് അതിൻ്റെ ആൻസർ പറയുമ്പോൾ ഇച്ചിരി സമയം എടുക്കും. എന്നാലും നമുക്ക് കറക്റ്റ് ആൻസർ ഇതിൽ നിന്ന് കിട്ടും. ഇതാ
ഐ ആം ഓതറൈസ്ഡ് ടു പ്രൊവൈഡ് സെയിൽസ് പ്രൈസിങ് ആൻഡ് സ്റ്റോക്ക് ലെവൽ ഓൺലി. കോസ്റ്റ് ചോദിക്കുമ്പോൾ ഫിനാൻസ് മാനേജറെ കോൺടാക്ട് ചെയ്യണമെന്നാണ് പറയണത്. ഉത്തരം കറക്റ്റാണ്, നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ പറയും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തിങ്കിങ് മോഡും പ്രോ മോഡും വളരെ പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ആവും. എന്നാലോ ഇത് അത്ര എക്സ്പെൻസീവ് അല്ല. നിങ്ങളിപ്പോൾ ഒരു ബിസിനസ്സൊക്കെ റൺ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഒരു അപ്ഗ്രേഡ് പോയി കഴിഞ്ഞാൽ ഇതിന് ആകെ എ ഐ പ്രോയ്ക്ക് ആകെ വരുന്നുള്ളത് 6 പൗണ്ടാണ്. 6 പൗണ്ട് എന്ന് പറയുമ്പോൾ 600 രൂപയ്ക്ക് അടുത്താണ് വരുന്നത്. നിങ്ങൾ ഒരാളെ ഒരു സ്റ്റാഫിന് സാലറി കൊടുക്കണമെങ്കിൽ മാസം 10,000 രൂപ കൊടുക്കണം. അപ്പോൾ ഇതിൽ 600 രൂപയ്ക്ക് ഈ പണി കഴിയും. മനസ്സിലായില്ലേ? അപ്പോൾ ഇൻ ഷോർട്ട്, ഗൂഗിളിൻ്റെ ജെം ഉപയോഗിച്ച് നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള എന്ത് എ ഐ ചാറ്റ് ബോട്ട് വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റും. അതിന് ലൈവ് ഡേറ്റ കണക്ട് ചെയ്തിട്ട് അത് ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യണ പോലെ ചെയ്യാൻ പറ്റും. അതിനുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫാസ്റ്റ് മോഡ് ഉപയോഗിക്കരുത്. നിങ്ങൾ തിങ്കിങ് മോഡ് അല്ലെങ്കിൽ പ്രോ മോഡ് ഉപയോഗിക്കണം. ഓൾറൈറ്റ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് മറ്റുള്ള ആൾക്കാർക്ക് ഇത് കിട്ടുക, അവർക്കും യൂസ് ആവുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.